ഒരു കാലത്ത് ദിലീപ് സിനിമകൾ റിലീസാവുമെന്ന് കേട്ടാൽ കുടുംബ പ്രേക്ഷകരുടെയും കുട്ടികളുടെയും കുത്തൊഴുക്കായിരുന്നു തിയേറ്ററിലേക്ക്. മാസ് ഹിറ്റുകൾ, കോമഡി ഹിറ്റുകൾ, ഫാമിലി ഡ്രാമ എന്നീ 3 ജോണറിലെ സിനിമകൾ ദിലീപിന്റെ കുത്തകയായിരുന്നു എന്ന് തന്നെ പറയാം. ഇതേ ദിലീപാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനുള്ള കാരണം അദ്ദേഹത്തിന്റെ സിനിമകളെ കൊണ്ടല്ല, മറിച്ച് വിവാദങ്ങൾ കൊണ്ടാണ്. ഏവർക്കും ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉടൻ തന്നെ ചെയ്യണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. ഒരു കാലത്ത് ദിലീപിന്റെ മുഖം ബിഗ് സ്ക്രീനിൽ തെളിഞ്ഞാൽ കുടുംബ പ്രേക്ഷകരും കുട്ടികളും ഉൾപ്പെടെ വലിയ രീതിയിലായിരുന്നു കൈയടിച്ച് സ്വീകരിച്ചിരുന്നത്. ദിലീപ് എന്ന നടന്റെ പൊട്ടൻഷ്യൽ തന്നെ ഈ കുടുംബ പ്രേക്ഷകരും കുട്ടികളും അടങ്ങുന്ന വലിയ പ്രേക്ഷകരായിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ദിലീപിന്റെ പേര് നിറയുന്നത് സിനിമകൾക്കുപരി വാർത്തകളിലാണ്, വിവാദങ്ങളിലാണ്. ഏകദേശം 2018 മുതൽ തുടങ്ങിയതാണ് ഈ വിവാദങ്ങൾ. ഈ വിവാദങ്ങളുടെ ആഘാതം അദ്ദേഹത്തിന്റെ ജീവിതത്തെയും കരിയറിനെയും ഏറെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ നിലവിലെ അവസ്ഥ, അദ്ദേഹം ഇതിനെല്ലാം മറികടന്ന് ഒരു വമ്പൻ സിനിമയിലൂടെ ഒരു വലിയ തിരിച്ചുവരവിനായിട്ടുള്ള ശ്രമത്തിലാണ്. തിരിച്ചുവരവിനായിട്ടുള്ള ശ്രമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ദിലീപിന്റെ സിനിമ ഇറങ്ങുമ്പോൾ ദിലീപേട്ടൻ തിരിച്ചു വന്നു എന്ന രീതിയിലുള്ള എല്ലാ സിനിമയ്ക്കും അത്ര വിജയകരമല്ലാത്ത അഭിപ്രായങ്ങളില്ലാത്ത സിനിമക്ക് പോലും അദ്ദേഹത്തിന്റെ ഫാൻസെന്നോ അദ്ദേഹത്തിന്റെ PR ടീമെന്നൊക്കെ പറഞ്ഞ ആളുകൾ വലിയ രീതിയിൽ പ്രചരണം അയച്ചു വിട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രചരണങ്ങളും ഒരു പരിധിവരെ ദിലീപിന്റെ സിനിമകളോടുള്ള ആളുകളുടെ വിശ്വാസത്തെ വലിയ രീതിയിൽ കുറച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതായാലും ഡിസംബർ മാസത്തിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ബബ്ബ, അതായത് ഭയം, ഭക്തി, ബഹുമാനം. ഇതിന്റെ ട്രെയിലർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു മാസ് മസാല എന്റർടൈൻമെന്റ് ആണ് എന്നുള്ള കാര്യത്തിൽ. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഒരു പക്ക ദിലീപ് ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നത് ഷാഹിൻ സഫീറും നടി നൂറ ഷെരീഫുമാണ്. ഏതാണ്ട് 2 വർഷത്തോളം സമയമെടുത്തുകൊണ്ടാണ് അവർ ഈ സ്ക്രിപ്റ്റിംഗ് പൂർത്തിയാക്കിയത് എന്നാണ് വാർത്തകളിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഫസ്റ്റ് ടൈമിലൊക്കെ പ്രണവ് മോഹൻലാലാണ് ഈ ചിത്രത്തിൽ നായകൻ എന്ന രീതിയിലായിരുന്നു പ്രചരണം വന്നിരുന്നത്. പിന്നീട് പ്രോജക്റ്റ് ദിലീപിലേക്ക് മാറുകയായിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ ചിത്രത്തിൽ മോഹൻലാൽ ഒരു ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട് എന്നത് തന്നെയാണ്. ദിലീപും മോഹൻലാലും ചേർന്ന ഒരു പാട്ട് സീനും ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആഘോഷിക്കപ്പെടാൻ പോകുന്ന ഒരു പാട്ടായിരിക്കും അത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായ ബെൻ ജോൺസണിലെ ഒരു ഗാനത്തിന് അകമ്പടിയോടെ ദിലീപിന്റെ ഒരു ആക്ഷൻ രംഗവും ഈ ചിത്രത്തിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പ്രേക്ഷകർക്ക് ചില സംശയങ്ങൾ ബാക്കിയാണ്. അദ്ദേഹം പഴയ പോലെ ചളി കോമഡിയുമായി അല്ലെങ്കിൽ പുതിയ പ്രേക്ഷകരെ മനസ്സിലാക്കാതെ പുതിയ അഭിരുചിക്കനുസരിച്ച് അപ്ഡേറ്റ് ആവാതെ പതിവ് ദിലീപ് സിനിമകളെ പോലെ ആകുമോ ബബ്ബ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. എന്തായാലും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എങ്കിൽ പോലും ഈ ചിത്രം മീശമാധവൻ പോലെ, അതായത് 2002 റിലീസ് ചെയ്ത മീശമാധവൻ പോലെ വലിയൊരു ഇൻഡസ്ട്രീറ്റ് ആയി കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും ശക്തമായി തിരിച്ചു വരുമെന്ന കാര്യത്തിൽ നിന്നും ആർക്കും സംശയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന കാര്യത്തിലും നമുക്ക് സംശയമില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, 2017 ആ സംഭവങ്ങൾക്ക് ശേഷം ദിലീപ് ചിത്രങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുന്ന ഒരു പിരിമുറുക്കമുണ്ട്. വിവിധ കാരണങ്ങൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും കേസ് കൊണ്ടും മറ്റൊക്കെ ആയിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ആ പിരിമുറുക്കം അദ്ദേഹത്തിന്റെ ഓരോ പുതിയ ചിത്രത്തിലും അദ്ദേഹത്തിന്റെ മുഖത്തത് വ്യക്തമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പലപ്പോഴും അദ്ദേഹം കോമഡി സീനൊക്കെ ചെയ്യുമ്പോൾ പോലും നമുക്ക് ശരിക്കും അത് മനസ്സിലാവുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പെട്ടെന്ന് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ബബ്ബ, അതായത് ഭയം, ഭക്തി, ബഹുമാനം എന്ന ചിത്രം ദിലീപിന്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ ഒരു സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദിലീപ് തിരിച്ചു വരുമോ, അതോ ബബ്ബ എന്ന ചിത്രം മുൻകാല ചിത്രങ്ങളെ പോലെ പതിവ് ചളികളുമായി പ്രേക്ഷകരെ മടുപ്പിക്കുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ദയവായി കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗത കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.